രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ സുനിത സുനിൽ തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. താൻ ജനിച്ചു വളർന്നതായ സങ്കീർണമായ സാഹചര്യത്തിൽ നിന്നും ധന്യനായ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ സുനിത സുനിലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി രോമാ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. അനുഗ്രഹമാർന്ന ഈ പകൽക്കാലം ഈ മീഡിയയിൽ കൂടെ ഒരു സാക്ഷ്യം പറയുവാൻ ഡാനിയേൽ പാസ്റ്റർക്കും കുടുംബത്തിനും എനിക്കൊരവസരം ഒരുക്കി തന്ന പാസ്റ്റർക്കും കുടുംബത്തിനും അതിന്റെ ചാനൽ, അതിന്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പേര് സുനിത സുനിലാണ്. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്, 2 പെൺമക്കളാണ്. അച്ഛനും അമ്മയും ചെറുതിലെ മരിച്ചുപോയി. ഇപ്പോൾ ഒരു ദൈവദാസനാണ് എന്നെ കല്യാണം കഴിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒരു മകനുണ്ട്, അവൻ കല്യാണം കഴിഞ്ഞു, അവനൊരു കുഞ്ഞുണ്ട്. പിന്നെ എന്റെ അനുജനും എന്റെ കൂടെയാണ്. ഞങ്ങൾ ഇത്രയാണ് കുടുംബം. സ്തോത്രം ചെയ്യുന്നു. എന്റെ സാക്ഷ്യത്തെ ഞാൻ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 2026 ഇപ്രകാരം ഇങ്ങനെ ഒരു സ്തോത്രം, ഇപ്രകാരം ഒരു സാക്ഷ്യം എനിക്ക് ലഭിച്ചതിനായി എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് വീണ്ടും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ, ഹിന്ദു കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ഞങ്ങൾ 2 പെൺമക്കളാണ്. അച്ഛനും അമ്മയ്ക്കും എന്റെ അമ്മയുടെ അച്ഛനും അപ്പൂപ്പന്മാരെല്ലാവരും 2-3 അമ്പലവും ആ പൂജ കാര്യങ്ങൾ, അങ്ങനെ കുടുംബ പശ്ചാത്തലം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അപ്പൂപ്പനൊക്കെ മരിച്ചു. ഞാൻ 2-3 അമ്പലം ഉള്ളതെല്ലാം ദേവസ്വം ബോർഡിന് കൊടുത്തു. പിന്നെ ഞാനും അമ്മയും എന്റെ അച്ഛനും ആയിരുന്നു. സഹോദരിയും അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞങ്ങൾ 2 പേരും ഒറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്ക് 4 ആങ്ങളമാരുണ്ട്. അവരാരും ഞങ്ങളെ നോക്കത്തില്ലായിരുന്നു, ഞങ്ങൾ അന്വേഷിക്കത്തില്ല. ഞാനും എന്റെ അനുജത്തി ഒറ്റപ്പെടുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ പിടിച്ചണയ്ക്കുവാനോ, ഒരു നേരത്തെ ഭക്ഷണം തരുവാനോ, ഞങ്ങൾക്കൊരു വസ്ത്രം വാങ്ങി തരുവാനോ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലാതിരുന്നു. യേശുവിനെ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്നത് കൊണ്ട് ആ രീതിയിലാണ് അമ്പലങ്ങളിൽ കൊടുക്കുകയും വാങ്ങിക്കുകയും കൊണ്ടാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് വന്ന് ജീവിച്ചു വന്ന ഒരു മേഖലയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങള് കൊച്ചിലെ ഭക്ഷണമില്ലാതെ വളരെ ഭാരപ്പെട്ടു, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ വളരെ ഭാരപ്പെട്ടു. ഒരു സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് അതൊന്നും ലഭിച്ചിട്ടില്ല. എന്റെ 9 വയസ്സിന്റെ പിന്നെ താഴ്ന്നതാണ് എന്റെ അനുജത്തി. സ്തോത്രം. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ലാതെ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ അയൽക്കാർ വീട്ടിലൊക്കെയും പോയി പാത്രം കൊണ്ടുപോയി കഞ്ഞി മേടിച്ച് ഞങ്ങൾ കഴിക്കുമായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളുടെ ബന്ധുക്കൾ ആരും ഞങ്ങൾ പെൺപിള്ളേരായതുകൊണ്ട് അവരാരും ഞങ്ങളെ അവരുടെ ഭവനങ്ങളിലും കയറ്റത്തില്ല, അവര് മിണ്ടത്തില്ല. എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയായിരുന്നു സമയങ്ങളിൽ. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ, ഭക്ഷിക്കാൻ ആഹാരമില്ല, മരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 10, 12, 13, ഒരു 15 വയസ്സിനകത്തായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്റെ എനിക്ക് ബ്ലീഡിങ്ങും ഇങ്ങനെ ബ്ലീഡിങ്ങും യൂട്രസിൽ നിന്ന് വല്ലാത്തൊരു രീതിയിലും വല്ലാത്തൊരു രോഗം എനിക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ ഇടയായപ്പോൾ ഞാൻ എന്റെ അമ്പലത്തിൽ പോയി ഞാൻ പറഞ്ഞു, എന്റെ ദേവി, എന്റെ അമ്മേ,
എനിക്ക് പിന്നെ ഒരു സുഖം തരണം. ഞാനിത് ആശുപത്രിയിൽ പോവുകയാണ്. ഞാൻ വരുമ്പോൾ ഒരു പൂജയും നടത്തി. ഞാൻ പിന്നെ 5 മുഴം പട്ടും വാങ്ങി വെച്ച് ഒരു കോഴിയൊക്കെ വാങ്ങി തരാമെന്ന് അമ്പലത്തിൽ ചെന്ന് എന്റെ അപ്പൂപ്പൻ സേവിച്ചതായ ആ ദേവി ക്ഷേത്രത്തിൽ പോയി ആ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചിട്ട് എന്റെ കുഞ്ഞനിയത്തിയുമായി നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ഇടയായി. അവിടെ വന്ന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസമായി 2 ദിവസമായി ഡോക്ടർ ഇങ്ങനെ എന്നെ പരിശോധിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ പറ്റത്തില്ല, വേഗം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി SAT പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുപോകുവാനോ ഞങ്ങൾക്ക് 10 പൈസ സഹായിക്കുവാനോ ആരും ഞങ്ങൾക്കില്ല. 5 ദിവസമായി ഡോക്ടർ ഞങ്ങൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളടുത്ത് പോകാനല്ലേ പറഞ്ഞത്, എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ അറിയാതിരുന്ന സ്ഥാനത്ത് 4ാമത്തെ ദിവസം അവിടെ 2 പാസ്റ്റർമാര് ആശുപത്രിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിവർന്നു നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിന്നിങ്ങനെ നിലവിളിച്ചോണ്ട് നിൽക്കുക. ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട്. ബെഡൊന്നും കിട്ടില്ല, തറയില്ല, ഒരു തുണി വിരിച്ച ഞങ്ങള് ഇങ്ങനെ കിടന്നത്. അന്നേരം 2 പാസ്റ്റർമാർ അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഓടി എന്റെ അടുത്ത് വന്ന്, എന്താ മോളെ അസുഖം? എനിക്ക് പറയുവാൻ കഴിയുന്നില്ല. എന്റെ അനുജത്തി പറഞ്ഞു ഇതാണ് അസുഖമെന്ന്. എന്നാൽ ആ പാസ്റ്റർമാര് പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമോ? യേശു നിങ്ങൾക്ക് സൗഖ്യം തരും എന്ന് പറയുവാൻ ഇടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സൗഖ്യം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതാരെന്നും ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് സുഖം കിട്ടിയാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാസ്റ്റർമാർ എനിക്ക് പ്രാർത്ഥിച്ചു, 1/2 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. അപ്പോൾ തന്നെ എനിക്ക് വിടുതലായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആശുപത്രിയിലെ ഡെലിവറി എടുക്കുവാൻ വന്നപ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടെ നിവർന്നു നിൽക്കുന്നത് ഡോക്ടർ കാണുവാൻ ഇടയായി. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് കിടന്നതായ രോഗികൾ പറഞ്ഞു, ഇങ്ങനെ പാസ്റ്റർമാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു, അങ്ങനെ ആ കുട്ടിക്ക് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ ഇടയായി. അന്ന് തന്നെ എന്നെ സ്തോത്രം വീട്ടിൽ ഡിസ്ചാർജ് ചെയ്തു വിട്ടു. സ്തോത്രം ചെയ്ത് ദൈവം അത്ഭുതം ചെയ്തു. വീണ്ടും ആ യേശു എന്താണെന്നും ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വീണ്ടും ഞങ്ങൾക്ക് ശരിക്കും വിശ്വാസത്തിലോട്ട് വരുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങനെയൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് വീണ്ടും ഞങ്ങൾക്ക് കഷ്ടതയും പ്രയാസവും വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, സ്തോത്രം, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് വലിയൊരു ഇങ്ങനെ മഴ സമയത്ത് കര കവിഞ്ഞു ഒഴുകുന്ന സമയമാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ നമുക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, എന്ത് ചെയ്യാം? ഇനി മരിക്കാം, മരണമെന്നൊക്കെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ മരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ വെള്ളത്തിന്റെ ആറ്റിന്റെ കരയിൽ പോയിട്ട് വലിയ നദിയുടെ കരയിൽ പോയിട്ട് അന്യത്തെ ആദ്യം തള്ളിയിടാം, രണ്ടാമത് ഞാൻ ചാടി മരിക്കാം എന്ന് വിചാരിച്ച് രാത്രി 12 മണിയായപ്പോൾ നിഴലുള്ള സമയത്ത് ആറിന്റെ കരയിലേക്ക്, പുഴയുടെ തീരത്തിലോട്ട് കടന്നു ചെന്നിട്ട് എന്റെ അനുജത്തെ ഞാൻ മുന്നേ നിർത്തി, ഞാൻ പിറകിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. അവളെ ഇങ്ങനെ പിടിച്ച് തള്ളാൻ പോയപ്പോ എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു, ദൈവമേ, അവള് വീണാ മരിച്ചു പോകും, എനിക്ക് നീന്താൻ അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ നീന്തും എന്ന് പറഞ്ഞ് സ്തോത്രം. പെട്ടെന്ന് ആരോ ഇങ്ങനെ പിറകിലോട്ട് വലിക്കും പോലെ തോന്നി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അവളെയും പിടിച്ചോണ്ട് ഞാൻ വീട്ടിൽ വന്നു ഒത്തിരി കരഞ്ഞു, വേദനപ്പെട്ടു. എന്ത് ചെയ്യാം, നമുക്ക് ആരുമില്ല, ഏത് ദൈവത്തെ വിളിക്കണം? അന്ന് അവിടെ വന്ന് ആ പാസ്റ്റർ അത്രയും പറഞ്ഞു പ്രാർത്ഥിച്ച് കടന്നുപോയി. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ചർച്ചിൽ വരാനോ അല്ലെങ്കിൽ പിന്നെ കാണാനോ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് അറിയത്തുമില്ല. വീണ്ടും ആ പഴയ സാഹചര്യത്തിൽ ഞങ്ങൾ എത്തുവാനിടയായി. അങ്ങനെ ഇരുന്ന് വീണ്ടും ഒരു പ്രാവശ്യം ഇതുപോലെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു. പിന്നെ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ എന്ത് ചെയ്യും? എന്റെ അനിയത്തോട് വെച്ച് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ആരുണ്ട്? എല്ലാം നമ്മുടെ അമ്മയുടെ ആങ്ങളമാര്, ഭാര്യമാര്, മക്കള്, അവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അയൽവക്കക്കാരെല്ലാം സന്തോഷമായിട്ട് മക്കളും അച്ഛനും അമ്മയൊക്കെ ജീവിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? നമ്മളെ സ്നേഹിക്കാൻ ആരുണ്ട് എന്ന് സ്തോത്രം അവളോട് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലിരുന്ന് കരയുമായിരുന്നു. എന്ത് ചെയ്യാം? അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും മരിക്കാം കുഞ്ഞെ. സ്തോത്രം. നമുക്ക് ആരും ഇല്ലല്ലോ, ആരും ചോദിക്കാനില്ലല്ലോ, ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് സ്തോത്രം. എന്റെ അമ്മയുടെ ഒരു പഴയ കൈലി വീട്ടിലുണ്ടായിരുന്നു. ആ കൈലി എടുത്ത് 2ാമത്തെ ഇങ്ങനെ കീറിയിട്ട് അത് ഇങ്ങനെ കയറ് കെട്ടണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എങ്ങനെയോ കെട്ടി, 2 കയറ് കെട്ടി. എന്റെ ഒരു മാമിയുടെ വീട്ടിൽ, ഒരു അമ്മായിയുടെ വീട്ടിലാ കിടന്നത്.
പ്രൈസലോ. അമ്മായിയുടെ വീട്ടിന്റെ നടുമുറി അതിന്റെ പുറകിലെ അടുക്കളയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങി. അന്നേരം ഞാൻ ചിന്തിച്ചു, അവിടെ വീട്ടിന്റെ അടുത്ത് ഒരു മൂന്ന് മണി ആകുമ്പോ അവിടെ അടുത്ത വീട്ടില് പശുവിനെ കറക്കാൻ ഒരു അങ്കിള് വരും. ആ അങ്കിള് വരുന്നതിന് മുമ്പേ അടുത്ത പ്ലാവില് അവളെയും തൂക്കി എനിക്കും തൂങ്ങിച്ചാവണമെന്ന് ചിന്തിച്ച് 2 കയറ് കുഴ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് എന്റെ അനുജത്തി ഇങ്ങനെ എന്റെ അടുത്ത് വെച്ചിട്ട് അവൾ ഇങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കുറെ നേരം കരഞ്ഞോണ്ടിരുന്നു. ആരെ വിളിക്കുക, അച്ഛ അമ്മ എന്ന് വിളിച്ച്. അവര് മരിച്ചുപോയി. അവരെ ഞാൻ അങ്ങനെ വിളിച്ച് കരഞ്ഞോണ്ടിരുന്നപ്പോഴും ഞാനും അങ്ങ് ശകലം അങ്ങ് കിടന്നു മയങ്ങി. കാരണം പിന്നെ നല്ല നിലാവ. അന്ന് സമയമൊന്നും അത്ര അറിയത്തില്ല. നല്ല നിലാവ. ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോഴാ 3 മണിയെന്ന് അറിയുന്നേ. ആ സമയം വരെ കാത്തിരിക്കുക. ആ 3 മണിയാവുമ്പോ മരിക്കണം എന്ന് ചിന്തിച്ച് ഇങ്ങനെ കാത്തിരുന്നു. അപ്പൊ അവളിങ്ങനെ ഉറങ്ങി. ഞാനും 2-3 മണിക്കൂർ എപ്പോഴാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ട് ദൈവത്തിന് സ്തോത്രം, ഞാൻ അവിടെ വീണ് എന്റെ അനിയത്തിയുടെ അടുത്ത് എനിക്കൊരു മയക്കം വന്ന് ഞാനും കിടന്നു. അങ്ങനെ മയങ്ങി കിടന്നപ്പോൾ സ്തോത്രം, അടച്ചിരുന്ന വാതില് തുറന്ന് ഒരാള് പഞ്ഞി പോലത്തെ വസ്ത്രം, അങ്കി, ഇപ്പൊ അതറിയാം അങ്കി പോലത്തെ വസ്ത്രമാണെന്ന്. അന്ന് എന്താണെന്ന് അറിയത്തില്ല. ഒരു വെളുത്ത ആള്, തലയെല്ലാം വെളുവെളായിരിക്കുന്നു, നല്ല മുടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. മുഖമാണെങ്കിൽ ഭയങ്കര പ്രകാശം, ഭയങ്കരമായ ഒരു 10 ട്യൂബ് ലൈറ്റ് കത്തിച്ചാലുള്ള അത്രയും പ്രകാശമാ. അന്ന് അതറിയത്തില്ല, ഇപ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരാൾ കതവ് തള്ളി അകത്ത് വന്നിട്ട് എന്റെ കയ്യെ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് എന്റെ കണ്ണുനീര് കൈ കൊണ്ട് 2 കണ്ണിലും ഇങ്ങനെ കണ്ണുനീര് സ്തോത്രം തുടച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു. എന്റെ തലയിൽ കൈ കൊണ്ട് താലോടി. അത് ചെയ്തിട്ട് പിന്നെ ആ റൂമിനകത്ത് ഭയങ്കര വെളിച്ചമായിരുന്നു. എന്നാ വെളിച്ചമെന്ന് എനിക്കറിയത്തില്ല. അല്പ കഴിഞ്ഞപ്പോ ആ വെളിച്ചം ഒന്നുമില്ല. ആളെയും കാണാനില്ല. അപ്പൊ എന്തോ ഒരു ധൈര്യം എനിക്ക് ഇങ്ങനെ എന്റെ ഹൃദയത്തിലോട്ട് എനിക്ക് ഇങ്ങനെ വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു 17-18 വയസ്സാകും. അപ്പോ ഇങ്ങനെ ഹൃദയത്തിലോട്ട് ഭയങ്കരമായ ഒരു ധൈര്യം വന്നു. പിന്നെ മരിക്കണമെന്നില്ല, ഒരു ചിന്തയും വന്നില്ല. അവളെ ഞാൻ കെട്ടിപ്പിടിച്ചു, മാറോട് അണച്ചു കെട്ടിപ്പിടിച്ചു. അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ ആയിട്ടും ഞാന് നേരം വെളുത്തത് അറിഞ്ഞില്ല. എന്റെ അമ്മായി എവിടെ പോയിട്ട് കയറി വന്നപ്പോൾ ഈ കയറ് കെട്ടിയ 2 കയറും അടുക്കള ഭാഗത്ത് എടുത്ത് കിടക്കുന്നതായിട്ട് എന്റെ അമ്മായി കാണുവാനിടയായി. അമ്മായി കണ്ടിട്ട് പറഞ്ഞു, ഇതെന്തോന്ന് 2 ഇങ്ങനെ, നീ എന്തോന്നാ കാണിച്ചെന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞ് എന്നെ ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ ഞങ്ങള് സ്തോത്രം ജീവിച്ചു. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴ് അവിടെ ഒറ്റശ്ശേരമംഗലം ട്രിവാൻഡ്രം കാട്ടാക്കട ഒറ്റശ്ശേരമംഗലം, അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്കര മാരായമുട്ട ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്തോത്രം ആര്യങ്കോടിന് കുറച്ച് മുകളിലായിട്ട് ഒരു CSI പള്ളിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്റെ 2-3 കൂട്ടുകാരികളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ CSI പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ CSI പള്ളിയിൽ പോയി. സ്തോത്രം. കുറച്ച് ഒരു 2-3 ആഴ്ച ആയപ്പോ, അതിനു മുമ്പ് ഒത്തിരി കഷ്ടതയും പ്രയാസവും പ്രതികൂലവും സഹിക്കുവാൻ കഴിയാത്ത പ്രതികൂലവും ഒക്കെ ഉണ്ടായിരുന്നു ജീവിതത്തില്. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ തന്നെ ഞങ്ങളുടെ വീട്ടില് സ്തോത്രം ഒരു പാമ്പുണ്ട്. ആ പാമ്പിനാണെങ്കിൽ എന്റെ അപ്പൂപ്പൻ കൊടുത്തു വെച്ചോണ്ടിരുന്ന ഒരു പാമ്പാ. ആ പാമ്പിനാണെങ്കിൽ അതിന്റെ വായിലും കല്ല് മുത്തുണ്ട്. അത് രാത്രി 12 മണി 1 മണി ആവുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് വായിന്ന് ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കും. വായിന്ന് അതെടുത്ത് താഴെ വെച്ചിട്ട് അവിടെ കിടന്ന ആഹാരം എല്ലാം, അത് പൊടിയെല്ലാം കഴിച്ചിട്ട് ഈ കല്ലെടുത്ത് വായിൽ വെച്ചുകൊണ്ട് അത് ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എന്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്താ അമ്മ അമ്പലത്തിൽ പോയി പുണ്യവെള്ളങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ചായ്പ് മുറിയുണ്ട്, അവിടെ അമ്മ തളിച്ച് ചാണമെല്ലാം മെഴുകി സ്തോത്രം ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ലഭിക്കും. അമ്മ പറഞ്ഞുകൊണ്ടിരുന്നേ, നമ്മൾ കൊടുത്ത ദൈവങ്ങളാ, ഇത് നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം, നമ്മുടെ കഷ്ടത മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും, നമ്മളെ പ്രതികൂലം മാറും, നമുക്കിനി ഒന്നും വരൂല മക്കളെ, നമ്മളിനി നല്ലതാവുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട് ഈ പുണ്യവെള്ളം തളിച്ച് ഈ റൂമിനെ എപ്പോഴും അമ്മ ശുദ്ധീകരിക്കും. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാനോ ചവിട്ടുവാനോ അമ്മ അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പറമ്പില്
7 സെന്റ് വസ്തു പറമ്പില് അതിന്റെ അതിരിലോട്ട് ആമേ സ്തോത്രം ഒരു സ്വർണ്ണ വാഴ ഇങ്ങനെ വാഴ മാത്രം, വാഴ അതിന്റെ പൂവും ഒരു 3 പടല വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിന് അതിന്റെ പിണ്ടിയില്ല, അതിന് ഇലയില്ല, ഏതൊന്നുമില്ല. ഞങ്ങൾ നോക്കുമ്പോ അത് പളപള ഇരുന്ന് തിളങ്ങും, ഭയങ്കര തിളക്കോ, പച്ച കല്ല് വൈഡൂര്യം തിളങ്ങും പോലെ ഭയങ്കര ഭംഗിയാ. ഇത് ആമേ സ്തോത്രം, ഇതും അമ്മ പൂജാരിയെ കൊണ്ടുവന്ന് കണക്ക് നോക്കി അതെല്ലാം അമ്മ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുമല്ലോ ഒന്ന് ഓർത്ത് അമ്മ അതൊക്കെയും ചെയ്ത് ഒറ്റശേരമംഗലം എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ഒരു ഉണ്ണിപ്പോറ്റിയുണ്ട്. ആ പോറ്റിയെ വിളിച്ചുകൊണ്ട് വന്ന് അമ്മയെ മന്ത്രമൊക്കെ അമ്മ ഇത് എടുക്കാൻ നോക്കിയിട്ട് അമ്മയ്ക്ക് കഴിയുന്നില്ല. അപ്പൊ അമ്മ ചിന്തിച്ചു, പ്രൈസലോ, ഇനി പിന്നെ ആ മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിനെ എടുക്കാമെന്ന് പറഞ്ഞു. മന്ത്രമെല്ലാം ചൊല്ലി ഇതെല്ലാം ചെന്നിട്ട് അമ്മ എടുക്കാൻ നിന്നു. പക്ഷെ അമ്മയുടെ കയ്യിൽ അത് ആ പൂജാരിയുടെ കയ്യിൽ അത് കിട്ടിയില്ല. അങ്ങനെ ആ ദേശത്തൊരു പാട്ടായി. എന്റെ അമ്മയുടെ പേര് അമ്മുവാ. അമ്മുവിന്റെ വീട്ടില് കദളി വാഴ എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ സ്വർണ്ണക്കൊല എന്ന് പറഞ്ഞ് അമ്മേ അങ്ങനെ നാട്ടുകാരൊക്കെയും പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്റെ അമ്മയുടെ ഇളയ ആങ്ങള വന്ന് അത് രാത്രി വന്ന് 1 മണി ആയപ്പോൾ ഇത് വന്ന് ഈ വാഴക്കൊല വന്ന് എടുത്തോണ്ട് പോയി. ആമേ സ്തോത്രം. അവിടെ ഒരു കിടാവ് നിന്ന് അതിനിട്ട് കൊടുത്തു. അത് 7 ദിവസം ആയപ്പോൾ ഒരു ആനയുടെ അത്രയായി അത് അവിടെ വീണു മരിച്ചു. അങ്ങനെ ആ ദേശത്തുള്ള എല്ലാവരും അത് കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൊണ്ടും കൊടുത്താടിയും ജീവിച്ച ഒരു കുടുംബമാണ്. എന്നിട്ട് എന്റെ അപ്പൂപ്പൻ ആമേ മന്ത്രമൂർത്തി എന്ന് പറയുന്ന ആ വൈശാചിക ശക്തിയെ ഞങ്ങൾക്ക് പിന്തുണയായിട്ട് ആമേ ഞങ്ങൾക്ക് മറ്റു പിശാചുക്കളെ ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ ഈ മന്ത്രമൂർത്തി എന്ന് പറയുന്ന ആ പിശാചിനെ ഞങ്ങളെ ആമേ സഹായത്തിന് വേണ്ടി ആമേ ഞങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ ആമേ സ്തോത്രം. എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയല്ലാതെ ഒന്നുമില്ല, പ്രയാസമല്ലാതെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പായിട്ട് ഒത്തിരി ഭൂമിയൊക്കെ എന്റെ അപ്പൂപ്പന് ഉണ്ടായിരുന്നു. 12 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അത് അടുത്തൊരാൾ എന്റെ അപ്പൂപ്പനെ കുത്തിക്കൊന്നു. ആമേ സ്തോത്രം. കണ്ടു നിന്ന് എന്റെ മൂത്ത അമ്മയുടെ ആങ്ങളെനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. ഈ വസ്തു എല്ലാം അവരെടുത്തോണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വളരെ കഷ്ടതയാ. അങ്ങനെ ഞങ്ങൾ മരിക്കാനിരുന്ന സമയത്ത് എന്റെ അമ്മായി ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ CSI പള്ളിയിൽ കൂട്ടുകാരും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്ത് ബെന്തക്കോസ് പള്ളിയുണ്ട്, AG പള്ളിയാ. അപ്പോൾ ഞങ്ങൾ ആമേ ഈ പള്ളിയിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ ആമേ ഇവിടെ ആരാധന 10:30 ആയപ്പോൾ ആരാധന കേൾക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് കയറി പോവാ, അവിടെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്ത് നടക്കുന്നെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കൂട്ടുകാരികളും ഒത്തിരി ബെന്തക്കോസ് AG പള്ളിക്കകത്ത് കടന്നുപോയി. ചെന്നപ്പോൾ അവിടെ ആമേ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിന്റെ ആരാധനയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണെന്ന് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവര് 1 മണിക്കൂറായിട്ടും ആരാധന നിർത്തുന്നില്ല, അരമണിക്കൂർ 1.5 മണിക്കൂറായിട്ട് ആരാധന നിർത്തുന്നില്ല. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയും നമുക്കും കൈയടിക്കാം, ആമേ നമുക്കും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി കൈയടിച്ചു. അവര് പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങി പോരുവാനിടയായി. ഇങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ ആ CSI പള്ളിയിൽ പോകും, തിരിച്ചു വന്ന് ഇതിൽ കയറും. ഇങ്ങനെ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരുന്നു. ആമേ സ്തോത്രം ചെയ്യുന്ന. എന്നാ ഒരു സുവിശേഷത്തിന്റെ വാക്കോ ഞങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സുവിശേഷം പോലും ആശുപത്രിയിൽ വെച്ച് അന്ന് കേട്ടത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സുവിശേഷം പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരാനോ യേശുവാണ് ഏക സത്യ ദൈവമെന്നും ആമേ കർത്താവ് യേശുവാണെന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആമേ രാത്രി വന്ന് ഞങ്ങൾ അടുത്ത് വന്ന് ഞങ്ങളോട് സംസാരിച്ചത് യേശുവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ മരിക്കണമെന്ന് ചിന്തയില്ല. ആമേ സ്തോത്രം. പിന്നെ ഏത് കഷ്ടതയുടെ നടുവിൽ കൂടി ഞങ്ങൾക്ക് ധൈര്യത്തോടെ അത് പിടിച്ചു നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ബെന്തക്കോസ് AG പള്ളിയിൽ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആമേ സ്തോത്രം പോകുവാൻ ഇടയായി. ആമേ സ്തോത്രം പോയിക്കൊണ്ടിരുന്ന് ആമേ പാസ്റ്ററാണ് എന്നെ ആമേ വിവാഹം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ആമേ 92 പ്രിയ പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എനിക്ക് ആമേ സ്തോത്രം എന്നെ വന്ന് ആമേ കല്യാണം കഴിക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് തൊട്ട് കർത്താവിന്റെ വേലയാണ് ആമേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പലയിടങ്ങളിലും ആമേ സ്തോത്രം കടന്നുപോയി. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. ആമേ സ്തോത്രം. ഞങ്ങൾ ആമേ കണ്ടിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കുകയും കയറിയിട്ടില്ലാത്ത വാഹനത്തെ കയറുമെന്നൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആമേ പറയുവാൻ ഇടയായി. മാത്രമല്ല എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആമേ സ്തോത്രം ഭയങ്കരമായി ദൈവം എന്നെ ആമേ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാചുക്കൾ ഇങ്ങനെ മുറ്റത്ത് വന്ന് ഇങ്ങനെ നിരന്നിരിക്കും, വരിയായിട്ട് ഇരുന്നിട്ട് ഓരോ രീതിയിൽ പോക്രികളൊക്കെ കാണിച്ച് ഭയപ്പെടുത്തും. പക്ഷെ അന്നൊക്കെ പരിശുദ്ധാത്മാവ് ധൈര്യം പകർന്നു തന്ന് ആമേ സ്തോത്ര ശത്രുവിനോട് പോരാടി ജയിക്കുവാനുള്ള കൃപ ഒറ്റയ്ക്കാണെങ്കിലും എന്റെ ദൈവം എനിക്ക് തരുവാൻ ഇടയായി. പ്രൈസലോ. അപ്പം ദൈവാത്മാവ് ഇങ്ങനെ എനിക്കൊരു വെളിപ്പാട് തന്നു. ആമേ സ്തോത്രം ചെയ്യുന്ന വെളുപ്പാങ്കാലം 3 മണിയായപ്പോ ആമേ ഞാൻ എപ്പോഴും 2:30-3 മണിയാകുമ്പോ എണ്ണീറ്റ് 6 മണി വരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ 3 മണിക്ക് മുമ്പേ 2:45 കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആമേ വെളിപ്പാട് കണ്ട് കിടക്കുക. സ്വപ്നമല്ല, ഒരു വെളിപ്പാടാ. ആമേ ഒരു പ്രവാചകൻ വരുന്നു, എന്നെ കല്യാണം കഴിക്കുന്നു. ആ പ്രവാചകൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു വെളിപ്പാട് ദൈവം എന്നെ കാണിക്കുവാൻ ഇടയായി. ഞാൻ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ആരുമില്ല. അങ്ങനെ ആമേ സ്തോത്രം ആമേ സ്തോത്രം അങ്ങനെ എന്നെ ആ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ ആര് വരും? ഞാൻ ആമേ സ്തോത്രം ചെയ്യുന്നു. പിന്നെ 97 സ്നാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ആര് വരും എന്നൊക്കെയും ചിന്തിച്ച് ആമേ 6 വർഷം ഞാൻ ആമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കാത്തിരുന്നു. കർത്താവ് തന്ന വെളിപ്പാടിനായി ഞാൻ കാത്തിരുന്നു 6 വർഷം. ഈ 6 വർഷവും കഷ്ടതയുടെ തീച്ചുളയെ കൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പ്രതികൂലത്തിന്റെ ആമേ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. ദൈവത്തിന് സ്തോത്രം. ആമേ 6ാമത്തെ വർഷം ദൈവം എന്നെ അറിയിച്ച ആ ആലോചന ആ സമയമായപ്പോൾ ആമേ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത് തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. മകന്റെ വിവാഹം കുറച്ച് ടെൻഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ്. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വേലയിലാണ് ഞങ്ങൾ പല സ്ഥലങ്ങളില് ആമേ കട്ടപ്പന, കുമളി, കട്ടപ്പന ആമേ സ്തോത്ര എബനേസർ മിഷൻ ചർച്ചിൽ 7-8 വർഷം ഇരുന്നു. അത് കഴിഞ്ഞ് മൂന്നാർ മറയൂർ IPC ചർച്ചില്, ആമേ പാലക്കാട് മീനാക്ഷിപുരം ആമേ സെന്ററിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ചെന്നൈയില്, കോയമ്പത്തൂര്, തിരുപ്പൂര് എല്ലാം കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകുവാനും ദൈവം മുന്നേ കൂട്ടി അറിയിച്ചതായ ആ ദൈവത്തിന്റെ ആലോചന കണ്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ആമേ സ്തോത്രം ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ മുഖേന അവരുടേതായ കാറിൽ, വലിയ 1 കോടി വില വരുന്ന കാറിലൊക്കെ ആമേ ഞങ്ങളെ കൊണ്ടുപോയി യാത്ര ചെയ്യുവാനിടെ ഞങ്ങൾ ആ കാറിലൊക്കെയും കയറി യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസലോ. ആമേ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞുനാളിലൊക്കെ ഒരു വസ്ത്രമില്ല ഉടുക്കുവാൻ, ഒരു പാവാടയും ഒരു ഉടുപ്പും ഉണ്ട്. എനിക്ക് ഒരു നാണക്കേടുമില്ല പറയുവാൻ. കാരണം കർത്താവായ യേശു ക്രിസ്തു അത്ര വലിയവയാണ്. ആമേ എനിക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ. ഒരു പാവാടയുണ്ട്, ഒരു ഉടുപ്പും ഉണ്ട്, മാറ്റിയിടുവാൻ വസ്ത്രമില്ല. ആമേ സ്തോത്രം. ഈ ഉടുപ്പ് ഊരി ആമേ ഞങ്ങളുടെ അടുത്ത് കനാലുണ്ട്, ആ കനാലിൽ നനച്ചിട്ട് രാവിലെ ഉള്ള വെയിലത്ത് 8 മണിക്കൊക്കെ ഒരു ചെറിയ വെയിലുണ്ട്, ആ വെയിൽ കൊണ്ട് വിരിച്ചിട്ടിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. കഴുത്തറ്റം വരെയും വെള്ളത്തിൽ മുങ്ങി നിൽക്കും. ഈ ഉടുപ്പ് ഒന്ന് ഉണങ്ങുമ്പോൾ കര കയറി വന്ന് എടുത്തിട്ടും കൊണ്ട് പോകും. ആ അവസ്ഥകളിലായിരുന്നു ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേ ഞങ്ങൾ ആമേ സ്തോത്രം പലയിടത്തും കർത്താവിന്റെ ശുശ്രൂഷയായിട്ട് ഞങ്ങൾ അയക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുവാൻ ഇടയായി. അനേക ദൈവമക്കളോട് കൂടെയും അനേക പാസ്റ്റർമാരോട് കൂടെയും അർഹതയില്ലാത്ത സ്ഥാനത്തൊക്കെ ഞങ്ങളെ അയച്ചു. അങ്ങനെ 2020 ആമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് മറയൂരിന്ന് ആമേ സ്തോത്രം ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലെ ട്രിവാൻഡ്രം, നെയ്യാറ്റിങ്കര
ആമേ സ്തോത്രം. പെരിങ്കടവിളയാണ് ഞങ്ങളുടെ വീട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നുമില്ല. അവിടുന്ന് തന്നെ ഇവിടെ വന്നൊരു വീട് വാടകയ്ക്ക് എടുത്തു. ഞങ്ങൾ അവിടെ ആമേ സ്തോത്രം താമസിച്ചു. പിന്നെ മീറ്റിംഗ് ശുശ്രൂഷ സഭ എടുത്തില്ല. ആമേ സ്തോത്രം. പ്രാർത്ഥനയും ആമേ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ പരസ്യോഗത്തിന് ഇറങ്ങുവാൻ ഇടയായി. പരസ്യോഗത്തിന് ഞാൻ പോകാൻ കാരണം ദൈവത്തിന് സ്തോത്രം, പരസ്യോഗം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ 2021 എന്റെ ആമേ സ്തോത്രം ചെയ്ത് പ്രിയപ്പെട്ടവന് പെട്ടെന്ന് ഒരു എലിപ്പനി ഇങ്ങനെ വരുവാൻ ഇടയായി. 2021 ഫെബ്രുവരി മാസം 26-ാം തീയതി എന്റെ ആമേ പ്രിയപ്പെട്ടവന് ഇങ്ങനെ ഒരു ശരീരവേദന വന്നു. ആമേ ഈ നെയ്യാറ്റിൻകര ആശുപത്രി വന്നപ്പോൾ പറഞ്ഞു ഇത് പ്രൈസലോട് ട്രിപ്പും ഓക്സിജനും കൊടുത്തു. പുള്ളിക്ക് അതൊന്നും അങ്ങോട്ട് കയറുന്നില്ല. ആമേ മരിക്കുവാനുള്ള ശ്വാസം മുട്ടും ആമേ മരണവെപ്രാളവുമായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് എത്തിച്ചോളാൻ പറഞ്ഞു മെഡിക്കൽ കോളേജില്. ആമേ മെഡിക്കൽ കോളേജിൽ കടന്നു ചെന്ന ഞാനും ഉണ്ട്, എന്റെ പ്രിയപ്പെട്ടവനും ഉണ്ട്. കാശോ ആമേ ഒന്നുമില്ല. അവിടെ ചെന്ന് ആമേ സ്തോത്രം ചെയ്യുന്നു. അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവിടെ വാർഡിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഒത്തിരി പരിശോധനയൊക്കെ ഇങ്ങനെ ആമേ സ്തോത്രം പരിശോധിക്കുവാനായിട്ട് അവര് കുറിച്ച് തരുവാനിടയായി. ഞാൻ ആ മെഡിക്കൽ കോളേജിൽ ആണുങ്ങളെ 2ാമത്തെ എത്ര നിലയെന്ന് എനിക്ക് അറിയത്തില്ല. ആമേ സ്തോത്രം അവിടെ ഇരുന്നുകൊണ്ട് എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് ആരുമില്ല. ഇതിനാണോ എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് തന്നതെന്ന്? എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഒരു അനർത്ഥവും വരാൻ പാടില്ല കർത്താവെ, എനിക്ക് ദൈവം മടക്കി തന്നേ മതിയാവൂ എന്ന് ദൈവത്തോട് യാക്കോബ് മല്ലടിച്ചതുപോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേ സ്തോത്രം പരിശോധിക്കാൻ 1 രൂപ പോലും കയ്യിലില്ല. എന്ത് ചെയ്യട്ടെന്ന് ചിന്തിച്ചോണ്ടിരുന്നപ്പോ തന്നെ ആമേ സ്തോത്രം ഒരാളിൽ കൂടി ഞാൻ ഒരാളിനോട് ഇച്ചിരി കാശ് ചോദിച്ചു. അത് കൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടു തന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒത്തിരി 5 ദിവസം അവിടെ കിടക്കുവാൻ ഇടയായി. ഈ 5 ദിവസവും ഒരു 50,000 രൂപ അവിടെ ചെലവായി. ഈ 1 രൂപ പോലും എന്റെ കയ്യിലില്ലാത്ത സ്ഥാനത്ത് ഈ 50,000 രൂപ പലരിൽ കൂടി എന്റെ യേശു കർത്താവ് എനിക്ക് തരുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അതിലുപരിയായി 2ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവനെ പരിശോധിച്ചപ്പോൾ ആമേ ഡോക്ടർ പറഞ്ഞു 2 വൃക്കയും ആമേ സ്തോത്രം ഈ എലിപ്പനി വന്ന് 2 വൃക്കയും ഇതായിപ്പോയി. അതുപോലെ ലിവറും ഇതായിപ്പോയി, കരളും ഇതായിപ്പോയി. ഇനി ഡയാലിസിസ് ചെയ്യണം. അപ്പോഴെന്റെ ആമേ സ്തോത്രം പ്രിയപ്പെട്ടവന്റെ പപ്പ അവിടെ വന്നു. അവര് പാസ്റ്ററാണ്, അപ്പോസ്തലിക ദൈവസഭയിലെ പാസ്റ്ററാണ്. 85 വയസ്സുണ്ട് ഇപ്പോ. പപ്പ അവിടെ വന്നപ്പം പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ ഡയാലിസിസ് ചെയ്യാൻ ഞാൻ കൊടുക്കത്തില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോകും, നിങ്ങൾ ആരും എന്നെ ഒന്നും പറയരുതേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വാങ്ങിച്ചു കൊള്ളാം, ഞാൻ ഡയാലിസിസ് ചെയ്യാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വേദനപ്പെട്ടു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഡയാലിസിസ് ചെയ്യണമെന്ന്. അങ്ങനെ ആമേ സ്തോത്രം പറഞ്ഞിട്ട് പോയപ്പോൾ ആമേ സ്തോത്രം ഞാൻ ദൈവത്തോട് ആമേ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ച കട്ടിന്റെ അടിയിൽ കുനിഞ്ഞ് കമിഴ്ന്നിരുന്ന് ഞാൻ കരഞ്ഞു. ആമേ അപ്പോ തന്നെ വീണ്ടും ഒരു പരിശോധന ഇവിടെ ചെയ്യുവാനായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ വൃക്കയ്ക്ക് മാറ്റമുണ്ട്, ലിവറും പോയെന്ന് പറഞ്ഞു. ലിവറിനും മാറ്റമുണ്ട്. പിന്നെ ബ്ലഡ് ഇല്ല. 6 കുപ്പി ബ്ലഡ് അടയ്ക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തായാലും 5ാമത്തെ ദിവസം പ്രൈസ് ദി ലോർഡ് എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ യേശുപ്പച്ചൻ വിടുവിച്ചു. സ്തോത്രം ചെയ്യുന്നു, സൗഖ്യമാക്കി. ആമേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ നെയ്യാറ്റിൻകര പെരിങ്ങടവിള ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുവരുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ആമേ അത് കഴിഞ്ഞ് പിറ്റേ അതേ വർഷം 2022 ആമേ സ്തോത്രം 22 പെട്ടെന്ന് എനിക്ക് ആമേ ഒരു ബ്ലീഡിങ് ഉണ്ടാകുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു ബ്ലീഡിങ് ഉണ്ടായപ്പോൾ 23 ദിവസം കണ്ടിന്യൂ ആയിട്ട് അത് ബ്ലീഡിങ് ആയിരുന്നു. പ്രിയപ്പെട്ടവൻ പറഞ്ഞ ആശുപത്രിയിൽ പോകാൻ, ഞാൻ പോയില്ല. ആമേ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആമേ രക്തസ്രവക്കാരിക്ക് വിടുതൽ കൊടുത്ത ആമേ സ്തോത്ര മർക്കോസിന്റെ പുസ്തകം എടുത്ത് ആ വചനം ഞാൻ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവെ, നീ അവൾക്ക് വിടുതൽ കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിടുതൽ തരുന്നില്ല? ദൈവത്തിന് സ്തോത്രം ചെയ്യ. എനിക്ക് ആശുപത്രിയിൽ പോകാൻ കാശില്ല, എനിക്ക് പണമില്ല, ആശുപത്രിയിൽ പോകാൻ എന്നെ ആര് കൊണ്ടുപോകും? എന്റെ പ്രിയപ്പെട്ടവൻ മാത്രമേ ഉള്ളെന്ന് ദൈവത്തോടെ ഈ പുസ്തകം വെച്ച് 23 രാവും പകലും ആമേ ഞാൻ ഈ വചനം എടുത്തു വെച്ചു, പ്രാർത്ഥിച്ചു. 23ാമത്തെ ദിവസം എന്റെ ദൈവം പൂർണ്ണ വിടുതൽ എനിക്ക് തരുവാൻ ഇടയായി. അതിന്റെ 3ാമത്തെ ദിവസം ആമേ എന്റെ
കൂട്ടുകാര് എന്റെ 2-3 എന്റെ ബന്ധുക്കാര് പറഞ്ഞു ഒന്ന് ആശുപത്രിയിൽ സ്കാൻ ചെയ്യാൻ. ഡോക്ടറെ ഗൈനക്കോളജി ഡോക്ടറെ വന്ന് കണ്ടു. ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നു. സ്കാനിങ്ങിന് എഴുതി തന്നപ്പോൾ എന്റെ യൂട്രസിൽ 4 മുഴ. സ്തോത്രം. 1 മുഴ 10 12 എത്രയോ വലിപ്പമുള്ള മഴ. അങ്ങനെ 7 5 ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു വേഗം എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയണോന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് ഓപ്പറേഷന് പേടിയില്ല. ഈ മൈക്ക് ഇഞ്ചക്ഷൻ വെക്കണ ഭയങ്കര പേടിയാണ്. സ്തോത്രം ചെയ്യുന്ന അങ്ങനെ സ്തോത്രം പരിശോധിച്ചപ്പോൾ കാണുവാൻ എന്റെ 2 വൃക്കയും സ്തോത്രം എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. അപ്പോഴാണ് എന്റെ വൃക്കയ്ക്ക് അസുഖം പകുതി ഇതായി എന്റെ വൃക്കയില് സ്തോത്രം എന്ന് പറയുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ ആ വൃക്കയ്ക്ക് ഞാൻ ചികിത്സിച്ചില്ല. ഞാൻ ഈ 4 മുഴയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിറ്റേ പ്രാവശ്യം 1 വർഷം കഴിഞ്ഞ് 22-ലോ 23-ലോ പോയി സ്കാൻ ചെയ്തപ്പോൾ പ്രൈസ് ദി ലോർഡ് ആ 4 മുഴയും എന്റെ യേശുപ്പച്ചൻ കത്തിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. പൂർണ്ണ വിടുതൽ എനിക്ക് തരുവാൻ ഇടയായി. അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്നു. ആ വൃക്ക ശരിക്കും എനിക്ക് തകരാറിലായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 24-ല് സ്തോത്രം പെട്ടെന്ന് എനിക്ക് അറ്റാക്ക് വരുവാൻ ഇടയായി. ഒരു ദിവസം അതും 12-ാം തീയതി, ഫെബ്രുവരി 12-ാം തീയതിയാ അറ്റാക്ക് വന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണകരമായി എന്നെ കൊണ്ടുപോയി. സ്തോത്രം. അവിടെയും സ്തോത്രം എന്റെ കർത്താവ് എനിക്ക് ജീവനെ തരുവാൻ ഇടയായി. ഞാൻ മടങ്ങി വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതേ പ്രാവശ്യം തന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അറ്റാക്കിന്റെ അറ്റാക്കൊക്കെ വന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും എന്നെ മെഡിക്കൽ കോളേജ് 108-ൽ കൊണ്ടുപോകാൻ ഇടയാ. ഞാൻ കർത്താവിനോട് യേശുപ്പ ഇത് എന്റെ യേശുപ്പനുള്ള പടക ഈ 108. അപ്പോഴെനിക്ക് ഓർമ്മയും ഉണ്ടല്ല. ഇത് ഒരു പടക കർത്താവേ, എന്റെ യേശു ഈ പടകിൽ ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് തന്നെ തിരിച്ച് എന്നെ വീട്ടില് ഈ മെഡിക്കൽ കോളേജ് വിടുമെന്ന് ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് അങ്ങ് എത്തും വരെ എന്റെ ഹൃദയത്തില്. അന്ന് പോയപ്പോ ഓക്സിജനും എല്ലാം തന്നാ വിട്ടത്. രണ്ടാമത് പോയപ്പോ ഓക്സിജൻ തന്നില്ല, ഒത്തിരി ഇഞ്ചക്ഷൻ എല്ലാം തന്നിട്ട് എന്നെ വിട്ടത്. അവിടെ പോയി എന്റെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് രാവിലെ വെളുപ്പിനെ തന്നെ എന്നെ അവിടെ നിന്ന് വിടുവാനിടയായി. പിന്നെ അത് കഴിഞ്ഞ് വൃക്ക 90% ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഹാർട്ട് എക്കോ സ്കാൻ ചെയ്തപ്പോ വാൽവിന് കുഴപ്പം, ലിവറിന് കുഴപ്പം, പിന്നെ സ്തോത്രം ചെയ്യുന്നു, വൃക്കയ്ക്ക് കുഴപ്പം. സ്തോത്രം. ഇതൊക്കെ എന്തൊക്കെ കടന്നു വന്നിട്ടും എന്റെ മനസ്സിൽ എനിക്ക് ധൈര്യം, എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുവിക്കുമെന്ന്, എനിക്ക് സൗഖ്യം തരുമെന്ന്. കാരണം അങ്ങ് തൊട്ടവരും വിടുതൽ പ്രാപിച്ചു. രോഗികളെ സൗഖ്യമാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 117-ാം സങ്കീർത്തനത്തില് സ്തോത്രം ഇങ്ങനെ പറയുക, ഞാൻ മരിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയും പോലെ ഞാൻ വചനത്തിൽ ആശ്രയിച്ച്, വചനത്തിൽ പ്രാർത്ഥിച്ച്, രാവും പകലും ഒരേ കണ്ണുനീര് കർത്താവേ ഞാൻ ദൈവത്തോട് തീരുമാനിച്ചു. സ്തോത്രം. എന്റെ 2 വൃക്കയും 90% ഇവിടെ 3 3.9 അടുത്ത് 3.9 ആവുമ്പോ തന്നെ ഡയാലിസിനും 4.5 ഇങ്ങനെയൊക്കെ വന്നപ്പോ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ നെഫ്രോളജി ഡോക്ടറെ പോയി കാണുമ്പോ കാലൊക്കെ നീരാ, ദേഹത്തൊക്കെ നീര്. സ്തോത്രം. ഇതിങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവ് എന്റെ കയ്യിൽ എവിടുന്ന പൈസ അപ്പാ? സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 100 രൂപ കിട്ടിയാ ഞാൻ എനിക്ക് എന്റെ ദൈവമക്കൾ എല്ലാരും കൂടെ എനിക്ക് തന്നു. ഞാൻ ഒരു ബോക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതും എടുത്ത് ട്രാക്ടർ കൊടുത്ത് ബസ്സുവിലേക്ക് ഞാൻ ആ 100 രൂപയും കൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഓടും. ഞാൻ എല്ലാ തെരുക്കോണുകളിൽ നിന്നും ഒരു ലജ്ജയും ഇല്ലാതെ കർത്താവിന്റെ സുവിശേഷത്തെ ഞാൻ എല്ലാ കോണുകളിൽ നിന്ന് ഞാൻ വിളിച്ചു പറയും. സ്തോത്രം. ഞാൻ വിളിച്ചു പ്രസംഗിക്കും. എന്റെ സാക്ഷ്യത്തെ ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ കർത്താവ് എനിക്ക് 100 രൂപ ഞാൻ എന്റെ അപ്പന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകുമല്ലോ. ഞാൻ ഇത്രയും കാശൊക്കെ ഡയാലിസിസ് എനിക്ക് ആര് തരും? എനിക്ക് വീടില്ല, സ്ഥലമില്ല, എനിക്ക്
എനിക്ക് ഒന്നുമില്ല. ആമേ സ്തോത്രം. ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രിയപ്പെട്ടവനും ഒന്നുമില്ല, എന്ത് ചെയ്യും കർത്താവെ? ഡയാലിസിസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ദൈവത്തോട് രാവും പകലും പ്രാർത്ഥനയും കണ്ണുനീരുമാ. ആമേ പ്രിയ, ആമേ സ്തോത്ര. ഹാലലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ആമേ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ആമേ എന്റെ കർത്താവ് ജീവനോടെ ഇന്ന് വരെ എന്റെ അപ്പച്ചൻ എന്നെ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഞാൻ മരിക്കുകയില്ല, നിശ്ചയം. ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞ രണ്ടു വൃക്കയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ദൈവം എന്നെ ആമേ നടത്തിയാ മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എന്റെ സാക്ഷ്യം പറയുവാനും പ്രസംഗിക്കാനും ഒക്കെ ആമേ എവിടെ ആര് വിളിക്കുന്നോ ഞാൻ അവിടെയല്ല. ഈ രാത്രിയാണോ പകലൊന്നൊന്നും ആമേ ഞാൻ നോക്കത്തില്ല. എനിക്ക് ആമേ ഈ ഹാർട്ടിനും മറ്റും മരുന്ന് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഒരു മാസം 6000-ൽ കവിഞ്ഞ് പൈസ വേണം. ഞാൻ അങ്ങനെ 1 മാസം 2 മാസം വാങ്ങിക്കൊണ്ട് വന്നപ്പോ ഞാൻ കർത്താവ് വെച്ചാ യേശുവേ സ്തോത്രം, ഇത്രയും രൂപ ഞാൻ മരുന്ന് വാങ്ങിച്ച് ഞാൻ കഴിക്കണമല്ലോ, ഞാൻ എന്ത് ചെയ്യും അപ്പാ എന്നൊക്കെ പിന്നെയും ദൈവത്തോട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ആഴ്ച മാസത്തില് ആശുപത്രി ഹാർട്ടോളജിയെ കാണാൻ പോയപ്പോ പിന്നെ കുറിച്ചൊക്കെ തരുന്ന 3000 രൂപ, 4000 രൂപ, 2000 രൂപ ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ഒരു മരുന്നുമില്ലാതെ എന്നെ ജീവിപ്പിക്കാൻ എന്റെ അപ്പന് കഴിയും. അമ്മേ സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് ജീവൻ തന്ന എന്റെ ദൈവത്തിന്റെ സാക്ഷി ഞാൻ ഭൂലോക എമ്പോഴും എവിടം വരെ എനിക്ക് പോകുവാൻ കഴിയുമോ അതറ്റം വരെ ഞാൻ കടന്നു പോകുമെന്ന് എന്റെ അപ്പനോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആമേ പ്രൈസിൽ ഒരുപാട് ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആമേ സ്തോത്രം. ഹാലലൂയ. എന്നെ ഞാൻ വലിയൊരു ബോക്സാ ആമേ അതും ചുമന്നുകൊണ്ട് പോകുമ്പോ എല്ലാരും അതിശയിക്കും, നീ ഇതെങ്ങനെ ചുമന്നുകൊണ്ട് പോന്നേ? എന്നിട്ട് എല്ലാവരും എന്നോട് പറയും, നീ മരുന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എട്. ആമേ ഹാർട്ടിന്റെ മരുന്നൊക്കെ കഴിക്കുന്ന വലിയ വലിയ ഗുളികളാ എന്ന് വെച്ചാ പ്രോട്ടീനുള്ള ഒരു ഭക്ഷണവും കഴിച്ചുകൂടാ. പ്രോട്ടീൻ ഒന്നും ആമേ പാടില്ല. ആമേ സ്തോത്രം. ആഹാരം ഒത്തിരി കഴിച്ചുകൂടാ. ആമേ അത് വൃക്കയുടെ പ്രശ്നം കൊണ്ട് ആഹാരം പോലും. ഞാൻ പറഞ്ഞു, അപ്പ കള്ളു കുടിക്കുന്നവരും മദ്യപിക്കുന്നവരും വെറിക്കൂത്തുകാരെല്ലാം ഇഷ്ടം പോലെ പൊരിച്ച ഇറച്ചിയും കറിയിച്ച ഇറച്ചിയും ആമേ വെള്ളം 5 ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാവുള്ളൂ. അവര് കുടിക്കുന്ന 3, 4, 5 കുപ്പി വെള്ളം അവര് കുടിക്കുന്നു. പിന്നെ അപ്പനെ പ്രാർത്ഥിക്കുന്ന, എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചൂടാ, വെള്ളം കുടിച്ചൂടാ എന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം വയറ് നിറച്ച് ചോറ് കഴിക്കും. ദൈവത്തിന് സ്തോത്ര. ആമേ സ്തോത്രം. ഞാൻ അതുപോലെ വെള്ളവും കുടിക്കുന്നുണ്ട്. ആമേ സ്തോത്രം ചെയ്ത് ഞാൻ അപ്പനോട് പ്രാർത്ഥിച്ച് ഞാൻ അപ്പനോട് ആമേ അങ്ങനെ ഞാൻ ഇത്രയും രോഗം നീ എങ്ങനെ റെസ്റ്റ് എടുക്ക്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം ആരോഗ്യം തരുന്നുവെങ്കിൽ ആമേ സ്തോത്രം ഞാൻ എന്റെ അപ്പന് വേണ്ടി ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കുവാൻ ഞാൻ പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ ഇന്ന് ഞാന് ആമേ ട്രാക്റ്റ് കൊടുക്കാൻ ഞാൻ ബിഗ് ഷോപ്പറും കൊണ്ടുപോയി ഒരു പാസ്റ്റർ എടുത്ത് കുറെ ട്രാക്റ്റും എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ കർത്താവിനോട്, ദൈവമേ ഞാൻ ഇപ്പം വാടക വീട്ടിലാണ്, ഞങ്ങൾ തൊഴിക്കൽ എന്ന് പറയുന്നിടത്ത് വാടക വീട്ടിലാണ് ഞങ്ങൾ ആമേ താമസിക്കുന്നത്, ആരാധന നടത്തുന്നത് ഇവിടെയാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇപ്പൊ ഓരോ ദൈവമക്കളെ ദൈവം തന്നോണ്ടിരിക്കുന്നു. ആരാധന ഞങ്ങൾ ഇവിടെയാണ് നടത്തുന്നത്. ഒരു മോനുണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. അവൻ കല്യാണം കഴിഞ്ഞു, ചെറുതിലെ കല്യാണം കഴിഞ്ഞു. അവന് ഒരു കുഞ്ഞുണ്ട്. ആമേ സ്തോത്രം. എന്റെ അനിയത്തിയും എന്റെ അനുജനും എന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ അതുകൊണ്ട് ആമേ സങ്കീർത്തനക്കാരൻ പറയും പോലെ ആമേ അവൻ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ആമേ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നവർക്ക് അനേകർക്ക് ദൈവം വിടുതൽ കൊടുത്തോണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പൊക്കെ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ ഞങ്ങൾക്കൊരു വീടില്ലല്ലോ അപ്പ, ഒരു വീട് വേണം, ഒരു വാഹനം വേണോ അപ്പ, ദൈവ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആമേ സ്തോത്രം പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ പ്രാർത്ഥന അതല്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അസന്നമായി. ആമേ കർത്താവിന് വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാനാണോ? ഒരു വ്യക്തിയെ നേടുവാനാണോ? അതാ എനിക്ക് ആഗ്രഹം. എനിക്ക് ഇവിടെ വീടില്ലെങ്കിൽ അപ്പൻ അവിടെ വീട് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആ പ്രത്യാശ, ആമേ സ്തോത്ര, ആ വിശ്വാസം ഞാനിപ്പോ ആമേ ആ ഒരു ആത്മാവിനെങ്കിലും നേടാം എന്നുള്ള
ഒരു സ്തോത്രം, ആ ചിന്തയിലാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, സ്തോത്രം, എന്നെ എന്റെ കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനിയും കർത്താവിന്റെ വേല ജീവനോടെ ഇരുന്ന് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി സ്തോത്രം പ്രാർത്ഥിക്കണം. പിന്നെയും ഭയങ്കരമായ പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ മുന്നേ ഉണ്ടായിരുന്നു. കാരണം പാരമ്പര്യത്തിലുള്ള പോരാട്ടം, ഇങ്ങനെ ഓരോ പിശാചുകളെ ഞങ്ങളെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പിതാക്കന്മാര് ഞങ്ങളെ സംരക്ഷിക്കാനും സ്തോത്രം ഞങ്ങളെ അനുഗ്രഹിക്കാനൊക്കെയും ചെയ്തിങ്ങനെ ഞങ്ങളെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ സ്തോത്രം കർത്താവ് ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് അതിൽ നിന്ന് ദൈവം ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം എന്റെ സഹോദരി രക്ഷിക്കപ്പെടുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി ഇനിയും ഞങ്ങളെ തന്നെ, എന്നെ തന്നെ എന്റെ പ്രിയപ്പെട്ടവനെ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാരണം ദൈവവേല ചെയ്യണം. സ്തോത്രം ചെയ്യുന്നു. അതാ എന്റെ ആഗ്രഹം. എനിക്ക് വടക്കേ ഇന്ത്യയിലും എല്ലായിടമൊക്കെ പോയി, കാരണം വടക്കേ ഇന്ത്യക്ക് വേണ്ടി ഞാന് ഒത്തിരി വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സ്തോത്രം ചെയ്യുന്നു. ഈ വടക്കേന്ത്യ എത്ര രാജ്യമുണ്ട്, അത്രയും രാജ്യത്തിന് വേണ്ടി, വടക്കേന്ത്യക്ക് വേണ്ടി ഞാൻ സമയം കണ്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്, വടക്കേന്ത്യയിൽ എനിക്ക് പോണം. ദൈവത്തിന് സ്തോത്രമെന്ന് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് സ്തോത്രം എന്റെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്ന് എന്നെ ആക്കി വെച്ച വലിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇതിനൊക്കെ ഒരു പ്രാർത്ഥനയാ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാർത്ഥന, ഒരു ദൈവത്തിന്റെ ദൗത്യം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാ. ദൈവത്തിന് സ്തോത്രം. ബൈബിളിന്റെ ഒത്തിരി ഭാഗങ്ങൾ കിടക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാ. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജയിച്ച് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എപ്പോഴും പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കും തോറും പഴയ നിയമ ഭക്തന്മാർ, പിതാക്കന്മാര് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മേഘത്തിൽ ഇറങ്ങി വന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മറുപടി കൊടുത്തെന്ന നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആയുധമാ. ദൈവത്തിന് സ്തോത്രം. മൂർച്ചയുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ ഏത് വൻ കാടുകളെയും വെട്ടി തെളിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകും. അതാ പ്രാർത്ഥനയുടെ ശക്തി. സ്തോത്രം. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ പ്രവചനമുണ്ട്, അഭിഷേകമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ചാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ആ മൂർച്ചയുള്ള ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏത് ശത്രുവിനെയും വെട്ടി വീഴ്ത്തി നമുക്ക് പ്രാർത്ഥിച്ച് അധികാരത്തോടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയും. പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഏത് രാത്രിയും ഏത് വിഷയത്തിനും പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. അതുകൊണ്ടാ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഒരു കൂട്ടൻ ജനത്തിന്റെ പ്രാർത്ഥനയാ പത്രോസിനെ വിട്ടുവിച്ച് കൊണ്ടുവരുവാൻ ഇടയായത്. സ്തോത്രം ചെയ്യുന്നു. ആ പ്രാർത്ഥന ഹല്ലേലൂയ ഒന്ന് മാത്രമാണ്. ഏത് വിഷയത്തിനും പരിഹാരമില്ലെന്ന് പറയുന്ന വിഷയം, ഇനി നടക്കുകയില്ലെന്ന് പറയുന്ന വിഷയം, ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് പറയുന്ന വിഷയം, ഏത് വിഷയത്തായാലും പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് വിടുതലുള്ളൂ. പ്രൈസ് അല്ലോ. ഇന്ന് പകൽക്കാലം സ്തോത്രം ഇത്രയും ഈ വൈകിയ വേളയിൽ എന്റെ സാക്ഷ്യത്തെ പറയുവാൻ എനിക്ക് ഒന്നുകൂടെ അവസരം ഒരുക്കി തന്ന ഡാനിയേൽ പാസ്റ്ററിനും സ്തോത്രം, കുടുംബത്തിനും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തില് എന്റെ വന്ദനം ഒന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും അധോലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും സർവ സൃഷ്ടിയുള്ള ദൈവമായ ദൈവത്തിനു മഹത്വം കർത്താവേ. അപ്പ അങ്ങ് മഹത്വമുള്ളവനാവുന്നു കർത്താവേ. താങ്ക് യു ലോർഡ് പിതാവേ, താങ്ക് യു ലോർഡ് അപ്പച്ച, താങ്ക് യു ലോർഡ് പിതാവേ. നന്ദി അപ്പാ. സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമാ നീ നിമിഷ കർത്താവിന്റെ
കർത്താവിന്റെ സന്നിധിയില് പ്രാർത്ഥിക്കുവാനും ആമേ സ്തോത്രം തന്ന എനിക്ക് ലഭിച്ചതായ കൃപയ്ക്ക് നന്ദി പറയുകയാണ് കർത്താവെ. പ്രിയ ദൈവദാസനായി പ്രാർത്ഥിക്കുകയാണ്. ഡാനിയേൽ പാസ്റ്ററും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ മീഡിയറ്റിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ചാനലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പ ലോകത്തെമ്പാടും ആമേ സ്തോത്രം ഹല്ലേലൂയ സർവശക്തിയുള്ള ദൈവത്തിന്റെ വചനങ്ങളെ കർത്താവെ സ്തോത്രം, ഈ സാക്ഷികളെ ദൈവമേ, അവര് ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ വൻകാര്യങ്ങളും ആമേ കർത്താവെ, അത് ലോകത്ത് എമ്പാടും അത് കടന്നുപോയി ദൈവമേ, അനേകരെ സുവിശേഷം അറിയിക്കുവാനും ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുവാനും ദൈവം കൃപ ചെയ്യേണ്ടനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവ് വാതുക്കലായിരിക്കുന്നു. യേശുവിന്റെ വരവ് എപ്പോഴാണെന്ന് അറിയില്ല. യേശുപ്പ സ്തോത്രം ചെയ്യുന്നു. എപ്പോഴാണ് ദൈവത്തിന്റെ വരവെന്ന് അറിയില്ല. ആമേ ആമോസിന്റെ പുസ്തകത്തിൽ വായിക്കും പോലെ അപ്പത്തിന്റെ വിശപ്പല്ല, വെള്ളത്തിന്റെ ദാഹമല്ല, ദൈവവചനത്തിന്റെ ദാഹമത്രേ കർത്താവെ. നാളുകൾ ദൈവവചനത്തിന് വേണ്ടി ആമേ സ്തോത്രം അനേകർ കർത്താവെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, രൂപാന്തരപ്പെടുവാൻ, ഈ ചാനൽ കൊണ്ട്, ഈ മീഡിയറ്റ് കൊണ്ട് കർത്താവെ അനേക ജനങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, അനേക ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ, അനേകർ ആമേ സുവിശേഷം അറിയുവാൻ, യേശുപ്പന്റെ വരവെങ്കിൽ അനേകർ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണനായി പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ തടസ്സങ്ങളും മാറ്റി ഇത് വലിയ ഒരു കൊയ്ത്തായി തീരട്ടെ കർത്താവെ. തന്റെ ദാസൻ ഒരു കൊയ്ത്തായി തീരട്ടെ കർത്താവെ. അപ്പന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആമേ സ്തോത്രം. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ഈ മീഡിയ എല്ലാ രാജ്യങ്ങളിലും പോട്ടെ. ആമേ എല്ലാ സ്ഥലങ്ങളിലും പോകട്ടെ കർത്താവെ. ദൈവത്തിന് പ്രയോജനമായി തീരട്ടെ. അനേകർ രക്ഷിക്കപ്പെട്ടിട്ട് മാനസാന്തരപ്പെടട്ടപ്പാ. ആമേ സ്തോത്രം. അപ്പന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ സുനിത സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തതോർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു. ഒറ്റപ്പെട്ട ജീവിത, ബാല്യം, യൗവനം, മുന്നോട്ടുള്ളതായ സങ്കടകരമായ ഒത്തിരി അനുഭവങ്ങൾ, ആ ഓർമ്മകൾ പങ്കുവച്ചു. ജീവിതം അവസാനിച്ചു പോയി, അല്ലെങ്കിൽ എല്ലാം തകർന്നു, ഇനിയും മുന്നോട്ടുള്ള ജീവിതമില്ല എന്ന് ഭാരപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ കടന്നുപോയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ വീടിന്റെ മുറ്റത്ത് പൈശാചിക ശക്തികൾ നിരന്നിരുന്ന് എന്ത് സംഭവിക്കും എന്ന് കാണാൻ നോക്കിയിരുന്നപ്പോൾ അതിൻ്റെ നടുവില് ഇറങ്ങി പ്രവർത്തിച്ച ദൈവത്തിന്റെ അത്ഭുത കരം, വിടുവിക്കുന്ന കരം, ആ പൈശാചിക മണ്ഡലത്തിൽ നിന്ന്, പാപത്തിന്റെ വഴികളിൽ നിന്ന്, എല്ലാ പാരമ്പര്യ ശക്തികളിൽ നിന്ന് വിടുവിച്ച് ക്രൂശിലെ സ്നേഹത്താൽ, ദൈവവചനത്താൽ, നിത്യസ്നേഹത്താൽ നിറച്ച് കർത്താവ് വേർതിരിച്ചു. കർത്താവിൻ്റെ മകളായി തീരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതവും ഒരു കുടുംബജീവിതവും ദൈവത്തിന് വേണ്ടിയിട്ട് കെട്ടിപ്പടുക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്തൃ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. ഇന്നും പരസ്യയോഗങ്ങളിലൂടെയും വിവിധ ആത്മീയ ശുശ്രൂഷകളിലൂടെയൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഇതിനോടകം സംഭവിച്ച രോഗ സാഹചര്യങ്ങൾ, മരണകരമായ അനുഭവങ്ങളൊക്കെ വന്നു. അതിലൂടെയും തകർത്തു കളയുവാൻ പൈശാചിക മണ്ഡലങ്ങളൊക്കെ ശ്രമിച്ചുവെങ്കിലും ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ഇരുന്ന് ജീവനുള്ളവരുടെ നടുവിൽ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ, നിലകൊള്ളുവാൻ, ദൈവനാമം ഉയർത്തുവാൻ പിന്നെയും ഏറെ അവസരങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി തരുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും വാട്സപ്പിലൂടെ മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.